2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ 6 പേർ കൊല്ലപ്പെട്ട വാർത്തയിൽ സത്യം പുറത്തു വന്നിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിലാണ് ഹമാസ് കേന്ദ്രങ്ങളിൽ തടവിലായിരുന്ന ബന്ദികൾ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് ആരോപിച്ചിരുന്നു. ബന്ദികളുടെ ശവശരീരങ്ങളിൽ നടത്തിയ പരിശോധനയുടെയും മറ്റ് സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം ബന്ദികളെ ഹമാസ് തന്നെ കൊലപ്പെടുത്തിയതാണെന്ന തെളിവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബന്ദികളുടെ ശരീരത്തിൽ വെടിയുണ്ടകളേറ്റതിൻ്റെ അടയാളങ്ങൾ സൈന്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഹമാസിന്റെ രഹസ്യ കേന്ദ്രത്തിൽ ബന്ദികളുണ്ടെന്നറിയാത്ത ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തുന്നതിന് മുമ്പേ ബന്ദികൾ ഹമാസിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടിരുന്നു എന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 20 ഖാൻ യൂനിസിൽ നിന്നാണ് സൈന്യം 6 ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തിയത്. സൈന്യത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണമാണ് സൈന്യവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവും പ്രഖ്യാപിച്ചത്. നദവ് പോപ്പിൽവെൽ, യഗേവ് ബുഷ്താഖ്, യോറാം മെറ്റ്സഗർ, ഹയിം പെരി, അലക്സാണ്ടർ ഡാൻസിംഗ്, അവറാം മുണ്ടർ എന്നിവരായിരുന്നു കൊല്ലപ്പെട്ട ഇസ്രായേൽ ബന്ദികൾ. ഗാസയിലെ ഖാൻ യൂനിസിലെ ഏറ്റവും വലിയ ഭൂഗർഭ ഹമാസ് കമാൻഡ് സെന്ററിൽ അനേകം ബന്ദികൾക്കൊപ്പമായിരുന്നു ഇവരും 2023 ഡിസംബർ അവസാനം വരെ തടവിൽ കഴിഞ്ഞിരുന്നത്. വലിയ ഒരു കൂട്ടം ഹമാസ് ഭീകര നേതാക്കന്മാരും കഴിഞ്ഞിരുന്നതും ഇവിടെയായിരുന്നുവെന്നാണ് സൈന്യം കണ്ടെത്തിയത്. ഡിസംബർ അവസാനത്തോടെ ഈ 6 ബന്ദികളെയും അവിടെ നിന്ന് മാറ്റി ഖാൻ യൂനിസിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ഹമദ് എന്ന സ്ഥലത്തുള്ള ഒളിത്താവളത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഡിസംബറിൽ ഖാൻ യൂനിസ് മുഴുവൻ ഇസ്രായേൽ പ്രതിരോധ സേന കീഴടക്കിയ സാഹചര്യത്തിലാണ് ഹമാസ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് നീങ്ങിയത്. ശേഷം ഹമദിൽ ഹമാസ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം വ്യോമാക്രമണം നടത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട ഭീകരരിൽ വ്യോമാക്രമണത്തിന്റെ അടയാളങ്ങളും ബന്ദികളിൽ വെടിയേറ്റതിന്റെ അടയാളങ്ങളുമാണ് സൈന്യം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതിൽ നിന്നും സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിന്റെ ഫലമായല്ല ബന്ദികൾ കൊല്ലപ്പെട്ടതെന്ന നിഗമനത്തിൽ സൈന്യം എത്തിച്ചേരുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 22 കൂടിയാണ് 6 ബന്ദികൾ കൊല്ലപ്പെട്ടതായുള്ള വാർത്ത ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചത്. ഇതോടെ ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള ഹമാസിന്റെ മറ്റൊരാരോപണവും പൊളിയുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.